എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആസ്ഥ അവനാണെങ്കിൽ അവന് കിട്ടിയ ആ പുതിയ സ്വാഡ് ഉപയോഗിച്ച് ആ വില്ലനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അവന്റെ ബോഡിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഏൽപ്പിക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല. ഉടനെ അവളാണെങ്കിൽ ആസ്ഥയുടെ അരികിലേക്ക് ഓടി വരികയാണ്. അവൾ ആസ്ഥയുടെ വൂണ്ടിലേക്ക് നോക്കും. അത് വളരെയധികം ഡീപ്പാണ്. ഏത് മാജിക് പവർ ഉപയോഗിച്ചാണ് അവനെ ഹീൽ ചെയ്യേണ്ടതെന്ന് പോലും അവൾക്ക് മനസ്സിലാവില്ല. അവളാണെങ്കിൽ ആസ്ഥയെ വിളിക്കും. ആസ്ഥ, നീ ആദ്യം കണ്ണു തുറക്ക്. എന്തൊക്കെ പ്രതിബന്ധം വന്നാലും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്നവനല്ലേ നീ. സോ അതുകൊണ്ട് ഉറപ്പായാലും നീ വിട്ടുകൊടുക്കാൻ പാടില്ല. കണ്ണു തുറന്ന് നീ എങ്ങനെയെങ്കിലും തിരികെ വരണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ പവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. നീ നിന്നെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും നീ തിരികെ വരണമെന്ന് പറഞ്ഞ് അവൾ ഹീലിംഗ് പ്രോസസ്സ് അത് ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ആ മോറിസ് വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും അവന്റെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് വരും. ഫ്ലാഷ് ബാക്കിൽ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ മോറിസിനോട് ചോദിക്കും, നീ ശരിക്കും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ നമ്മളെ പരിഗണിക്കൂ, സ്നേഹിക്കൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള പവറൊക്കെ കിട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ കഴിയും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് മോറിസ്, നീ എന്തായാലും പുറത്തു പോകും. കാരണം ഇവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ആൾ നീയാണ്. അത് കേട്ട് മോറിസ് ആണെങ്കിൽ അവളോട് പറയും, ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ടുപോകും. നീ എന്നോടൊപ്പം വരില്ലേ? അതിനവൾ പറയും, തീർച്ചയായും ഞാൻ നിന്നോടൊപ്പം വരും. നിന്റെ കൈപിടിച്ച് ഈ ലോകം മുഴുവൻ എനിക്ക് കറങ്ങി നടക്കണം. കാണാത്ത കാഴ്ചകളെല്ലാം എനിക്ക് കാണണമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഡയമണ്ട് കിൻഡത്തിലെ പവർഫുൾ ആയിട്ടുള്ള വാരിയറിനെ തിരഞ്ഞെടുക്കാനുള്ള അവസാന മത്സരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനോടകം എല്ലാ മത്സരത്തിലും ജയിച്ചിട്ടുള്ള കുട്ടികളെയാണ് ഇപ്പോൾ അവിടേക്ക് അണിനിരത്തിയിരിക്കുന്നത്. കമാൻഡർ ആണെങ്കിൽ അവിടെയുള്ളവരോട് പറയും, നിങ്ങളിപ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. പരസ്പരം ഫൈറ്റ് ചെയ്ത് ചുറ്റുമുള്ളവരെ നിങ്ങൾ ഇല്ലാതാക്കണം. ആരാണോ അവസാനം അവശേഷിക്കുന്നത് അവരായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള വാരിയർ. അവർക്കായിരിക്കും ഈ പവറും സ്ഥാനവും ഒക്കെ തന്നെ കൊടുക്കാൻ പോകുന്നെന്ന് പറയും. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവരുടെ മാജിക് പവറൊക്കെ ഉപയോഗിച്ച് പരസ്പരം അറ്റാക്ക് ചെയ്ത് അവരുടെ കൂടെയുള്ളവരെ തന്നെ ഇല്ലാതാക്കുകയാണ്. അവസാനമായിട്ട് അവശേഷിക്കുന്നത് മോറിസും അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും മാത്രമാണ്. അവളാണെങ്കിൽ മോറിസിനോട് പറയും, ഐ എം സോറി മോറിസ്, എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കും. അടുത്ത നിമിഷം അവൻ അറിയാതെ തന്നെ അവൻ്റെ പവർ ഉപയോഗിച്ച് അവൻ അവളെ കൊന്നു കളയുകയാണ്. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ അവൻ്റെ കൈകൊണ്ട് തന്നെ അവൻ ഇല്ലാതാക്കി. അവനാണെങ്കിൽ അവളുടെ പേര് വിളിച്ച് ഉച്ചത്തിൽ അലറുകയാണ്. ആ ഒരു മത്സരത്തിൽ ജയിച്ചതുകൊണ്ട് തന്നെ ആ ക്രിസ്റ്റൽ അവനായിരിക്കും ലഭിക്കുക. ആ കോമ്പൗണ്ട് അറ്റാക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുവെന്ന്. അവൾ മരിച്ചു കിടക്കുന്നത് കണ്ട് മോറിസ് ആണെങ്കിൽ അവളുടെ അരികിലേക്ക് വരും. കട്ട് ചെയ്ത ഇപ്പൊ മോറിസിന്റെ ആ ഗ്രിമോർ കാണിക്കും. ആക്ച്വലി അവന്റെ ആ ഫ്രണ്ടിന്റെയും അതുപോലെ തന്നെ അവന്റെയും അവരുടെ രണ്ടുപേരുടെയും ഗ്രിമോർ കമ്പൈൻ ആയതാണ് അത്രയും വലിയൊരു ഗ്രിമോർ. അതുകൊണ്ടാണ് അവനെ കൊണ്ട് രണ്ട് പവർ യൂസ് ചെയ്യാൻ കഴിയുന്നതും ആ ഒരു ഗ്രിമോറിന് അത്രയും ഭാരവും വലുപ്പവും അനുഭവപ്പെട്ടതും. ഇവിടെ ആ വില്ലൻ മോറിസ് ആണെങ്കിൽ വീണ്ടും എഴുന്നേൽക്കും. എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ആരുടെ സഹായം ഇല്ലാതെ തന്നെ പവർ ഇല്ലാത്തവരെ ഞാൻ ഇല്ലാതാക്കും. എന്നെ കൊണ്ട് രണ്ട് ടൈപ്പ് ഓഫ് മാജിക് പവർ ഉപയോഗിക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ പവർ ഉപയോഗിക്കാൻ കഴിയാത്തവരെല്ലാവരും വീക്കാണ്. അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മോറിസ് ആണെങ്കിൽ അവന്റെ വലിയ സ്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും ആസ്തയ്ക്ക് നേരെ കുതിച്ചു വരും. ആ സമയം കൊണ്ട് യൂനോ ആണെങ്കിൽ ആ ക്രിസ്റ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ അവന്റെ ഗ്രീവിയർ ഓപ്പൺ ചെയ്യും. അതിലേത് സ്പെല്ലാണ് അവന് നേരെ ഉപയോഗിക്കേണ്ടതെന്ന് യൂനോയ്ക്ക് അറിയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അടുത്ത നിമിഷം ചുറ്റുമുള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് സ്റ്റാച്ചു ആയിട്ട് പോവാണ്. ആ മോറിസ് വില്ലൻ പോലും സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത് കണ്ട് യൂനോ ആണെങ്കിൽ അത്ഭുതപ്പെടും. അപ്പൊ യൂനോ കാണും അവന്റെ തൊട്ടു മുൻപിലായിട്ട് അവന്റെ കൈയുടെ അത്രയും വലുപ്പമുള്ള ഒരു പെൺകുട്ടി. അവളാണെങ്കിൽ ഒരു പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ വില്ലന്റെ സ്വാഡ് അങ്ങനെ പപ്പടം പോലെ പൊടിച്ചില്ലാതാക്കും. അവളുടെ പവറിന്റെ ഇമ്പാക്റ്റിൽ ആ വില്ലൻ മോറിസ് ആണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. അടുത്ത നിമിഷം തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ബാക്ക് ടു നോർമൽ ആവുകയാണ്. അവന്റെ സീനിയറും ലക്കും എല്ലാവരും യുവനോട് അടുത്തേക്ക് ഓടി വരും. ഇതെന്തു തരം പവറാണ് നീ ഉപയോഗിച്ചത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അത് കേട്ട് യുവനോ ആണെങ്കിൽ അവരോട് പറയും, ഞാനല്ല, ഒരു പെൺകുട്ടിയാണ് ആ പവർ ഉപയോഗിച്ചത്. പക്ഷെ അവളെ ഇവിടെ കാണാനില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവനെ ഗ്രീവിയറിലേക്ക് നോക്കും. അപ്പോൾ കുറച്ചു മുൻപ് അവൻ ആ പേപ്പറിൽ കണ്ട അതേ ലെറ്റേഴ്സ് അതവൻ്റെ ഗ്രീവിയറിൽ വിസിബിൾ ആയിട്ടിരിക്കുന്നത് അവൻ കാണുകയാണ്. ഈ സ്പെല്ലെങ്ങനെ എൻ്റെ ഗ്രിമോറിൽ ആഡായി എന്ന് അവൻ ചിന്തിക്കുന്ന അതേ സമയം മറ്റൊരു ഭാഗത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ ആസ്തയെ ബാക്ക് ടു നോർമൽ ആക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ ആസ്ത രണ്ടാമതെടുത്ത ആ ഒരു ലൈറ്റ് വെയ്റ്റ് സ്വാഡാണെങ്കിൽ ഇപ്പൊ അവന്റെ ഗ്രിമോറിനുള്ളിലേക്ക് പോയി അതൊരു സ്പെല്ലായി രൂപം കൊള്ളുകയാണ്. അടുത്ത നിമിഷം ആ ബിൽഡിംഗ് ആണെങ്കിൽ മുഴുവനായിട്ടും ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. യൂനോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ചൊരു വാഹനം ക്രിയേറ്റ് ചെയ്ത് എല്ലാവരോടും അതിലേക്ക് കയറാനായിട്ട് പറയും. ഉടനെ ലക്കാണെങ്കിൽ ഇപ്പൊ ആസ്തയെ താങ്ങിയെടുത്ത് ആ വാഹനത്തിലേക്ക് കയറുകയാണ്. യൂനോ ആണെങ്കിൽ ആ പെൺകുട്ടിയോട് പറയും, നീ നിർത്താതെ ആസ്ത എങ്ങനെയെങ്കിലും ഹീൽ ചെയ്യേ. ഉടനെ അവളാണെങ്കിൽ ഹീൽ ചെയ്യും. ആസ്തയാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന്, എന്തു പറ്റി,
എന്താ അവിടെ സംഭവിച്ചത്? ആ വില്ലനെ അവനെ തകർത്തോ? ഉടനെ ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ആസ്തയോട് സംസാരിക്കാതെ റെസ്റ്റ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആസ്തയാണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നമ്മളോടൊപ്പം അവനെയും കൂട്ടിക്കൊണ്ടു പോകണം. അത് കേട്ട് അവർ വണ്ടർ അടിക്കുകയാണ്. നീ എന്താ ഈ പറയണേ? നമ്മളെ കൊല്ലാൻ ശ്രമിച്ചവനാണ് അവൻ. അവനെ ഒരിക്കലും നമ്മളോടൊപ്പം കൂട്ടാൻ കഴിയില്ല. അതിന് ആസ്ത പറയും, ഈ ഒരു ഡഞ്ചൻ അതാദ്യം ആരാണ് കണ്ടെത്തുന്നത്? അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നത്. അവനും അതിനുവേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്. സോ അവനെ ഇവിടെ ഉപേക്ഷിക്കുന്നത് അത് ശരിയല്ല. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറയും. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ സേവ് ചെയ്യാൻ അടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ദേഹത്തേക്ക് വലിയൊരു കല്ല് വന്ന് വീഴും. അവിടെ മുഴുവൻ അങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട വഴി അറിയില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ യുവനോയെ ഹീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്കും പുറത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാനായിട്ട് കഴിയുന്നില്ല. ഉടനെ ലക്കാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റ് അത് ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവരെ നയിക്കുകയാണ്. അടുത്ത നിമിഷം ഓരോരോ ഭാഗത്തൂടെ കല്ലുകൾ അവർക്ക് നേരെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും അവരുടെ പവർ ഉപയോഗിച്ച് ആ കല്ലുകളെ എല്ലാം തകർത്ത് കൊണ്ടേയിരിക്കും. പക്ഷെ അവർ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വലിയ ബിൽഡിംഗ് അത് മുഴുവനായിട്ടും അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് അവരുടെ ദേഹത്തേക്ക് വീഴുകയാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ ആൾക്കാർ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ആ വലിയ കല്ലുകൾക്കിടയിൽ നിന്ന് ഹായിയായിട്ട് പുറത്തേക്ക് വരികയാണ്. ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് വരുമ്പോൾ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ബിൽഡിംഗ് തകർന്നു കിടക്കുന്നതിൻ്റെ ഒരു ഭാഗം കാണിക്കും. ആ മെയിൻ ലോട്ടസ് വില്ലനും അവൻ്റെ ടീമും അവരാണെങ്കിൽ അവിടം വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആൾക്കാർ ആ ട്രഷർ റൂമിൽ ഫൈറ്റ് ചെയ്യുന്ന അതേ സമയം അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അവരും ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് കഴിയുന്നത്രയും മാക്സിമം ട്രഷർ അവർ കളക്ട് ചെയ്താണ് പുറത്തേക്ക് വന്നത്. ലോട്ടസ് വില്ലനാണെങ്കിൽ അടുത്ത് കിടക്കുന്ന മോറിസിനെ നോക്കും. നിന്റെ ജീവൻ ഞങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. ഇതിനുള്ള നന്ദി നീ പിന്നീട് കാണിച്ചാൽ മതിയെന്ന് ലോട്ടസ് വില്ലൻ അവനോട് പറയും. ആ സമയം വീണ്ടും ഇപ്പം മോറിസിന്റെ മനസ്സിൽ ആ പഴയ മെമ്മറീസ് വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ തൻ്റേതല്ലാത്ത കാരണത്താൽ അവന് കൊല്ലേണ്ടി വന്നു. തനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട പെൺകുട്ടിയെ അവൻ്റെ കൈകൊണ്ട് ഇല്ലാതാക്കിയതിനെ ഓർത്ത് അവനങ്ങനെ വേദനിച്ച് കരയാണ്. അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചങ്ങനെ പൊട്ടിക്കരയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ അവനാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. ലോട്ടസ് ആണെങ്കിൽ മോറിസിനോട് പറയും, ഓ നീ കണ്ണു തുറന്നോ? നീ ചെയ്തത് ശരിക്കും ഒരു നല്ല കാര്യമാണ്. നീ അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ട്രഷർ അത് മുഴുവൻ നമുക്ക് കിട്ടിയത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മാക്സിമം ട്രഷറും സ്വന്തമാക്കി. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറയും. മോറിസ് ആണെങ്കിൽ വീണ്ടും അവൻ്റെ ഗേൾഫ്രണ്ടിനെ അവളെ ആലോചിക്കുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളെല്ലാം നീ കാണണമെന്നാണ് അവസാനമായിട്ട് അവൾ അവനോട് പറഞ്ഞത്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പം ലോട്ടസിനോട് താങ്ക്സ് പറയും. താങ്ക് യു എൻ്റെ ജീവൻ രക്ഷിച്ചതിന്. അത് കേട്ട് ലോട്ടസ് അത്ഭുതപ്പെടും. ഓ അപ്പം നിനക്ക് താങ്ക്സ് ഒക്കെ പറയാൻ അറിയാമല്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആസ്തയെ നോക്കുകയാണ്. ആസ്തയാണെങ്കിൽ പതിയെ എഴുന്നേൽക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ആസ്തയോട് പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിന്നെ ഹീൽ ചെയ്തത്. സത്യത്തിൽ നിന്നെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല. ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് എനിക്ക് നിനക്ക് തരാൻ കഴിഞ്ഞത്. സോ ഇപ്പം നിനക്ക് ആവശ്യം നല്ല ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഒക്കെ ആണെന്ന് പറയും. അത് കേട്ട് ആസ്തയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. ആ സമയം ഇപ്പോൾ ആ സീനിയർ ആണെങ്കിൽ അവരോടൊന്ന് പറയും, ഐ എം സോറി. യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മാജിക് നൈറ്റ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് നിങ്ങളാണ് കറക്റ്റ് എക്സാമ്പിൾ. എനിക്ക് തെറ്റുപറ്റി. നിങ്ങളൊരു കോമണേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്തത്. നിങ്ങൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അസറ്റാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ആസ്തയാണെങ്കിൽ അവനോട് പറയും, ദയവ് ചെയ്ത് കൈയെടുക്ക്, ഇനിയും ഇറുക്കി പിടിച്ച എൻ്റെ കാറ്റ് പോകുമെന്ന് പറയും. ഉടനെ ആ സീനിയർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് കൈ അങ്ങനെ വിടുകയാണ്. അതേസമയം ആസ്തയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പ്രിൻസസിനോട് പറയും, എൻ്റെ ഡ്രസ്സ് കീറിയതുപോലെ തന്നെ നിന്റെ ഡ്രസ്സും കീറി. പ്രിൻസസ് ആണെങ്കിൽ അത് കണ്ട് അവിടെ ഹൈഡ് ചെയ്ത് പിടിച്ച് അവനെ കിക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. അവൻ്റെ ബോധം പോയത് കണ്ട് എല്ലാവരും ഓടി വരും. ആസ്തയാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് അവളെ നോക്കി ചിരിക്കുകയാണ്. കലി ഇളകിയ പ്രിൻസസ് ആണെങ്കിൽ അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുമ്പോൾ വേദന കൊണ്ട് അവൻ അവളെ നോക്കി പതിയെ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.